ഹലോ ചങ്ങായിമാരെ, നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു സ്ഥലം കണ്ടാലോ? നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ? അപ്പം നമുക്ക് അതെന്താണെന്നൊന്ന് നോക്കണ്ടേ? ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ആഹാ, എന്താ രസമല്ലേ! നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കണ്ടോ, നടക്കാനൊക്കെ നല്ല പരവതാനി വിരിച്ച് നല്ല അടിപൊളി വളപട്ടണം പുഴയുടെ നടുക്കായിട്ട് തന്നെ ഉള്ള കേട്ടോ. ഇത് പുഴയിൽ നിന്നും നടക്കാനുള്ള ദൂരമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് കേട്ടോ. വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ വെള്ളം കയറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. ഇപ്പോൾ പുഴയിലൊക്കെ വെള്ളം കയറി കുറച്ച് കലക്കൊക്കെ വന്ന് നല്ല ഒലിപ്പൊക്കെ വന്നതാണ്. പക്ഷെ ഇപ്പം കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. വളരെ മനോഹരമായ സ്ഥലമാണ്, മനോഹരമായി നിർമ്മിതിയും കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? കംപ്ലീറ്റ് നമ്മൾ ഈ കന്നാസിൻ്റെ പ്ലാസ്റ്റിക് കന്നാസ് പോലത്തെ ഈ പൊള്ളയ സാധനം ഉണ്ടോ, അതിൻ്റെ മുകളിലാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളത്തിൽ അതുകൊണ്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. നമ്മളെ ഫുഡ് കഴിക്കാനൊക്കെ വന്നാൽ നല്ല സുഖമാണ്. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. കണ്ടോ, വെള്ളത്തിൽ നിന്ന് തന്നെ കഴിക്കുന്ന പ്രതീതിയാണ്. കയ്യെത്തുന്ന അകലത്തിലാണ് വെള്ളമുള്ളത്. ചുറ്റും ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്, വെള്ളത്തിലൊക്കെ വീണ് പോകാനായിട്ട് അടിപൊളി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതൊക്കെ എന്തുണ്ട് നോക്കാനുള്ളൊരു വരവിന്ന് വന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, അതായത് തളിപ്പറമ്പ് മയ്യിൽ റൂട്ടിൽ മുല്ലക്കൊടി പാലത്തിൻ്റെ സമീപമായിട്ടാണ് ഇത് കേട്ടോ. പറശ്ശിനിക്കടവിനും മുല്ലക്കൊടിക്ക് നടുക്കായിട്ട് ആ പുഴയിലാണ്, വളപട്ടണം പുഴയായത്. കണ്ടോ, എത്ര മനോഹരമായ സ്ഥലമാണെന്നറിയാം. നല്ല അടിപൊളി. അത്യാവശ്യം തേങ്ങയൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പുഴക്കൊന്ന് ഒലിച്ച് വരും. തേങ്ങയൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇവർക്ക് വേണം തേങ്ങയൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ് തോന്നുന്നത് കേട്ടോ. തേങ്ങയൊക്കെ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പിൽ വന്നിട്ട് വെള്ളത്തിൽ നിന്ന് വരുന്ന തേങ്ങയൊക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. നല്ല സ്ഥലമാട്ടോ. ഫുഡൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡ് തന്നെയാണ്. പിന്നെ നമ്മൾ പൊതുവേ പുറത്തൊക്കെ ഉള്ള ആ ലെവലിലെ പൈസ മാത്രമേ ഉള്ളൂ, അങ്ങനെ വലിയ പൈസയൊന്നുമില്ല. സാധാ തട്ടുകട മോഡലിലെ സെറ്റപ്പാണ്. പക്ഷെ കുറച്ച് ഭംഗിയും കുറച്ച് വെറൈറ്റിയും ഉണ്ട്. തേങ്ങ വന്ന് നിറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ? കണ്ടോ, ഇതിൻ്റെ ഉൾവശമായത് നല്ല പച്ച പരവതാനിയൊക്കെ വിരിച്ചിട്ടുണ്ട്. അതോട്ട് ഒന്ന് പുറത്തെങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് ദൂരെ കാണുന്ന റോഡാണ്, ഇത് പുഴയാണ്. ആൾക്ക് നമ്മളെ ചങ്ങാതിമാരാണ്, നമ്മളൊക്കെ ഒന്ന് കൂടാൻ വന്നാണ്. നമ്മളെ രമേശൻ, നമ്മളെ പുഷ്പാട്ടൻ, ആ കറുത്ത ഷർട്ട് എൻ്റെ മോനാണ്. നല്ല ഭംഗിയുള്ള വേസ്റ്റ് ബോക്സിലുണ്ട് പുറത്ത്. സപ്ലൈസൊക്കെ ഇവിടുന്ന് സാധനം ആക്കിയിട്ട് ഉള്ളിലേക്ക് കൊടുക്കുക. ഇത് നമ്മളെ ആനന്ദൻ, നമ്മളെ പ്രിയ സുഹൃത്താണ്. ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഇടുന്ന ആനന്ദ്. അതുപോലെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇയാളൊക്കെ അറിയാമായിരിക്കും കേട്ടോ. നമ്മളെ മെയിൻ സുഹൃത്താണ്, സഹപാഠിയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഉള്ളിൽ കയറി എല്ലാവരും ഇരുന്ന് ഭക്ഷണം നമുക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ സപ്ലയർ. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. ഇത് ആദ്യ വടിയായിട്ട് കുറച്ച് പൊറോട്ടയും ബീഫൊക്കെ വരുന്നുണ്ട്. സുഹൃത്തുക്കളിലൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ആനന്ദം, പുഷ്പാട്ടൻ എല്ലാവരും ഉണ്ട്. പുഷ്പാട്ടൻ്റെ വൈഫുണ്ട്, ദീപ നമ്മുടെ സഹപാഠിയാണ്. രമേശൻ്റെ വൈഫ്, നമ്മളെ നാടക നടൻ വേണുഗോപാൽ, നമ്മുടെ ആനന്ദൻ. തൽക്കാലം പൊറോട്ടയും ബീഫും ഇങ്ങനെ വന്നിട്ടുണ്ട്. ബാക്കി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. കുപ്പിയും ഗ്ലാസും വെള്ളമൊക്കെ നല്ല നീറ്റാണ്. പുഷ്പാട്ടനാണ് നമ്മളെ മൊത്തം കൺട്രോള്. പുഷ്പാട്ടനാണ് നമ്മുടെ ഹീറോ. അതായത് നമ്മൾ ദാമോദരൻ, രാജേഷ്, സോറി രമേശൻ, ദാമു എന്നൊക്കെ ഉണ്ടോ. ഇങ്ങനെ തരത്തിലെ വെള്ള കള്ളിക്കൽ ഷർട്ടാണ് ദാമോദരൻ. നല്ലൊരു ഗായകനാണ് ദാമോദരൻ കേട്ടോ. അടിപൊളി ഗായകനാണ്. വേണു നല്ലൊരു നാടക നടനാണ്. എല്ലാം പല മേഖലയിലും കഴിവ് തെളിയിച്ചതാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. സ്വന്തം നാട്ടിലെ റെസ്റ്റോറൻ്റാണെന്ന് പറഞ്ഞാലല്ല ഇവിടെ ഇതുവരെ കയറിയിട്ടില്ല. ഇന്നാണ് കയറിയത്. സ്വന്തം വീട്ടുമുറ്റത്താണ്, കുറച്ച് ദൂരെ. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന്, നാട്ടുകാരൊക്കെ ഒന്ന് ഇവിടെ വന്ന് ഒരു ദിവസം നോക്കുക എന്തുണ്ട് പരിപാടി എന്നൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ സെൽഫി പോയിന്റ് കേട്ടോ. അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം. അടിപൊളി ഫോട്ടോസ് എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നല്ല രസമുണ്ട്. അപ്പോൾ ആരും മറക്കണ്ട, മയ്യിൽ മുല്ലക്കൊടി റൂട്ടിൽ ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സമയം സന്ധ്യയായി, ഞങ്ങൾ മടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്. മറക്കണ്ട, മയ്യിൽ തളിപ്പറമ്പ് റൂട്ടിൽ മുല്ലക്കൊടിയാണ് കേട്ടോ. ഓക്കെ, ബായ്.